ഗായ്സ് അങ്ങനെ വേണ്ട ഞങ്ങൾ പൊന്മലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ എൻ്റെ പൊന്നട പോയി. എൻ്റെ നാട്ടിലായിട്ട് പോലും ഈ ഒരു മഴക്കാലത്ത് ഇത്രയും കാർമേഘങ്ങൾക്കിടയിലൂടെ ഈ ഒരു വ്യൂ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് എനിക്കിവിടെ ഇപ്പം നിന്നപ്പോഴാണ് മനസ്സിലായത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ നാട്ടിലുള്ള ആരിലൊക്കെ കാണുമായിരിക്കുമല്ലോ, സ്വാഭാവികം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ മഴ സമയത്തൊന്ന് വന്ന് കാണാൻ നോക്കുക. നിങ്ങൾ നോക്കി എന്തോ അടിപൊളി വ്യൂ ആണ് നമ്മുടെ സ്ഥലം. ഇത്രയ്ക്കും മനോഹരമായ എൻ്റെ നാട് പോലെ നാടുണ്ടായിട്ടാണ് ഞാൻ വേറെ സ്ഥലങ്ങൾ കാണാൻ നടന്നത്. അപ്പം ഇപ്പോഴും ഞാൻ ശ്രീകുമാരനോട് പറഞ്ഞോളൂ, ഇത്രയും അടിപൊളിയായിട്ട് ഈ ഒരു കാർമേഘത്തിനൊക്കെ വ്യൂ കണ്ടത് ഇപ്പോഴാണ് അല്ലടാ. ശരിക്കും എന്താണ് നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വഴി കൂടെ നടന്നാണ് ഇനി കുറച്ചുകൂടെ മുകളിലോട്ട് കയറാൻ പോകുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതുണ്ട് ഈ ചെറിയൊരു വഴിയാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ട് ഇതുണ്ട് ഈ ഇടവഴി ഇങ്ങനെ ചെറുകെ കയറി നമ്മൾ ചെല്ലണം. മൊത്തം കല്ലൊക്കെയാണ് ഇവിടെ. പക്ഷേ 4x4 ജീപ്പ് കയറി പോകും കേട്ടോ. നേരത്തെ ഈ ഒരു വാഗ പൂക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇതിൻ്റെ സീസൺ അല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലോട്ട് കയറി പോകുമ്പം ഇവിടെ ഒരു ക്ഷേത്രം ഉള്ളതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു അമ്പലം പോലുള്ളൊരു ഇതും ഇവിടെയുണ്ട്. കണ്ട എന്ത് അടിപൊളി വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ, അഭിജിത്ത്. അപ്പോൾ അവൻ നമ്മുടെ തൊട്ട് അടുത്തുള്ള സുഹൃത്താണ്. അപ്പോൾ അവനും ഉണ്ട് നമ്മളോട് ഇപ്പോൾ ട്രാവൽ ചെയ്യാനല്ലേ ഞങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ നടന്നു വന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്, എങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഗായ്സ് അങ്ങനെ തന്നെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഇതുവഴി ഇങ്ങനെ വന്ന് ഇതുവഴിയാണ് ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നത്. ഗായ്സ് അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ചെറിയൊരു കമ്പിയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും താഴെ ചെല്ലും. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പിന്നെ വീഡിയോ എടുക്കുന്ന എനിക്കോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത പാറമട. ഈ പാറമട നേരെ താഴെ ഒരു ഇത് കണ്ടില്ലേ സ്ഥലം, അവിടെയാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം. കണ്ടാ എന്ത് അടിപൊളി ഒരു വ്യൂ ആണെന്ന് നോക്കിയേ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പലരും വന്ന് കാണാത്തതാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ ഫ്രീ ആയിരിക്കുമ്പോൾ ഇവിടെയൊക്കെ വരാൻ ശ്രമിക്കുക. നല്ല അടിപൊളി വ്യൂ ആണ് ഗായ്സ്. അങ്ങനെ നമ്മൾ പൊന്മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തുള്ള വ്യൂ ആണ് കാണേണ്ടത്. എൻ്റെ മോനെ വീട്ടിലെ വ്യൂ എന്ത് അടിപൊളി വ്യൂ ആണ് മോനെ. നോക്കേ എൻ്റെ നാട് കണ്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ പാലം ജംഗ്ഷൻ്റെ അവിടെയുള്ള പാലം കഴിഞ്ഞ് നേരെ വെള്ളം ഇറങ്ങി നേരെ കുറിയന്നൂർ മേലുകര, അവിടെ നേരെ കോഴഞ്ചേരി പാലം. അടിപൊളി തന്നെ, ഒന്നും പറയാനില്ല. സെൻറ് തോമസ് കോളേജ് ഇതുകൊണ്ട് അവിടെ സെൻറ് തോമസ് കോളേജ്. അപ്പം ഒട്ടുമിക്ക എല്ലാം തന്നെ ഇവിടുന്ന് ഏകദേശം നല്ല വ്യൂ ആണ്, എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഗായ്സ്. അങ്ങനെ വേണ്ട ഈ ഒരു വ്യൂ ഒക്കെ ഇതൊക്കെ എൻ്റെ നാട്ടിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ നാട്ടിലെ വിഷയങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് പിടിച്ച് എല്ലാവർക്കും ഷെയർ കൊടുക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്.